നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം തുറമുഖത്താണ്. കഴിഞ്ഞ 11-ാം തീയതിയാണ് കൊല്ലത്ത് ഒരു ബാർജ് എത്തിച്ചേർന്നത്. ആ ബാർജ് കെട്ടിവലിച്ചു കൊണ്ടുവന്ന ടഗ്ഗിലാണ്, ഡോൾഫിൻ 14 എന്ന ടഗ്ഗിലാണ്. എന്നാലും അത് ഇവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. കാണാം അതിന്റെ വിശദമായ റിപ്പോർട്ട്. കൊല്ലം തുറമുഖത്ത് എത്തിച്ചേർന്ന ടഗ്ഗും ബാർജും സൈക്ലോൺ മുന്നറിയിപ്പിനെ തുടർന്ന് യാത്ര മാറ്റിവെച്ചു. തമിഴ്നാട്ടിലെ കാട്ടുപള്ളിയിലേക്ക് പോവുകയായിരുന്ന ടഗ്ഗും ബാർജും കൊല്ലം തുറമുഖത്ത് കഴിഞ്ഞ 11-ാം തീയതി അടുപ്പിച്ചിരുന്നു. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിൽ നിന്നാണ് അദാനിയുടെ ഉടമസ്ഥയിലുള്ള ടഗ്ഗും ബാർജും കൊല്ലം തീരത്തെത്തിയത്. ഇന്ധനം, വെള്ളം, മറ്റു സാധനങ്ങൾ എന്നിവ നിറയ്ക്കാനാണ് ഇവ തീരത്തെത്തിയത്. 2 ദിവസത്തിനുള്ളിൽ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കി 14-ന് ടഗ്ഗും ബാർജും കൊല്ലം തീരം വിടാനിരിക്കെയാണ് ശ്രീലങ്കൻ സൈക്ലോൺ അലർട്ടിനെ തുടർന്ന് യാത്ര മാറ്റിവെച്ചത്. ജൂബു 1 എന്ന ജാക്കബ് ബാർജും ഡോൾഫിൻ 14 എന്ന ടഗ്ഗുമാണ് തമിഴ്നാട് കാട്ടുപള്ളി തുറമുഖത്തേക്ക് കടലിലെ നിർമ്മാണ പ്രവൃത്തികൾക്ക് പോകേണ്ടിയിരുന്നത്. ശ്രീലങ്കൻ തീരത്ത് ചുഴലിക്കാറ്റ് സാധ്യത ഉള്ളതുകൊണ്ട് അലർട്ട് സേഫ്റ്റി വാണിംഗ് പ്രകാരം നിർദ്ദേശം ലഭിച്ചതുകൊണ്ടുമാണ് മടക്കയാത്ര മാറ്റിവെച്ചത്. ടഗ്ഗും ബാർജും കൊല്ലം തുറമുഖത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ സഹായിക്കുന്നതിനായി വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും അസിസ്റ്റന്റ് ടഗ്ഗായ ഓഷ്യൻ സ്പിരിറ്റും കൊല്ലം തീരത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ന് 14-ാം തീയതി അസിസ്റ്റന്റ് ടാഗായ ഓഷ്യൻ സ്പിരിറ്റും ഉച്ചയ്ക്ക് 2:45-ന് വിഴിഞ്ഞത്തേക്ക് മടങ്ങി. കൊല്ലം തുറമുഖത്തിന്റെ സപ്പോർട്ടിംഗ് ടാഗായ MT മലബാറിന്റെ സഹായത്തോടെയാണ് ജൂബു 1, ഡോൾഫിൻ 14 എന്നിവർ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചത്. ഏകദേശം 2 മണിക്കൂറോളം സമയമെടുത്താണ് കൊല്ലം തീരത്ത് നങ്കൂരമിട്ടത്. ടഗ്ഗും ബാർജും ഗുജറാത്ത് മുദ്ര തുറമുഖത്തു നിന്നും യാത്ര തിരിച്ച് കൊല്ലം തുറമുഖത്ത് എത്തിച്ചേരാൻ 10 ദിവസമെടുത്തു. 12 ജീവനക്കാരാണ് ഇവയിൽ ആകെയുള്ളത്. അദാനിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ബാർജാണ് ഇത്. മുന്ദ്ര പോർട്ടിൽ നിന്നും 1-ാം തീയതി ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ നിന്നും 1-ാം തീയതി പുറപ്പെട്ടതാണ്. കാട്ടുപള്ളി പോർട്ടിലോട്ടാണ് ഇതിന്റെ യാത്ര. മധ്യേ വെച്ച് ഡീസലും വെള്ളവും തീരാറായപ്പോഴത്തേക്കും കൊല്ലം പോർട്ടിലോട്ട് വന്ന് ഡീസലും വെള്ളവും നിറയ്ക്കാനായിട്ടാണ് ഇവിടെ വന്നത്. 11-ാം തീയതി കൊല്ലം പോർട്ടിലെത്തുകയും ഇന്നലെയോടുകൂടി ഡീസലും വെള്ളവും നിറച്ച് കഴിയുകയും ഇവർ കാട്ടുപള്ളി പോർട്ടിലേക്ക് യാത്ര തിരിക്കാനായി റെഡിയായിട്ട് നിൽക്കുകയാണ് കൊല്ലം പോർട്ടിൽ നിന്ന്. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടലിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. നമ്മൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ഈ 4 കാലുകളിൽ കടൽ തട്ടിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇതൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ 4 ആങ്കറുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഈ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് ചലിക്കത്തില്ല. പകരം ഈ ടഗ്ഗുകളും ബാക്കിയുള്ള സാമഗ്രികളും വന്ന് ഇതിൽ ലോഡ് ചെയ്യുക സാധനങ്ങൾ, അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇത് സ്വന്തമായിട്ട് എഞ്ചിൻ ഇല്ലാത്ത സാധനമാണ്. ഇത് പോകുന്നത് ഡോൾഫിൻ 1 എന്നുള്ളൊരു ടഗ്ഗിൻ്റെ സഹായത്തോടെയാണ്. ടഗ്ഗ് കെട്ടി വലിച്ചിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഇതിന് നമുക്ക് ഏതാണ്ട് 445 ടണ്ണോളം ഭാരം വരുന്നുണ്ട്. ഇതിൻ്റെ GRT എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ടോയിങ് പ്ലാൻ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് വലിച്ചിട്ട് പോകുന്നത്. നമ്മളിവിടെ കൊല്ലത്ത് ഇതിൻ്റെ ഏജന്റ് ആയിട്ടുള്ളത് സത്യം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ആണ്. നമ്മൾ ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത്. സൈക്ലോൺ മുന്നറിയിപ്പ് പിൻവലിച്ചാലുടൻ ടഗ്ഗും ബാർജും തമിഴ്നാട് കാട്ടുപള്ളിയിലെ തുറമുഖത്തേക്ക് നിർമ്മാണ പ്രവൃത്തികളുടെ ആവശ്യത്തിനായി കൊല്ലത്ത് നിന്നും പുറപ്പെടും. 2 തരം ബാർജുകളാണുള്ളത്, കൺസ്ട്രക്ഷൻ ബാർജും സപ്ലൈ ബാർജും. കൊല്ലം തീരത്തെത്തിയത് കൺസ്ട്രക്ഷൻ ബാർജാണ്. കടലിന്റെ നടുത്തട്ടിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് ലാൻഡിംഗ് പ്ലേസ് ആയിട്ടും കടലിൽ ഡ്രഡ്ജിംഗ് പോലുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ മണ്ണ് മറ്റൊരു അടുത്തേക്ക് മാറ്റുന്നതിനും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനുമാണ് കൺസ്ട്രക്ഷൻ ബാർജ് ഉപയോഗിച്ചു വരുന്നത്. സത്യം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഷിപ്പിംഗ് ഏജൻസി. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.